എന്നെ ആക്ഷേപിക്കുന്നതും എന്നെ തെറി പറയുന്നതുമായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട്. നല്ല അഭിപ്രായങ്ങൾ പറയുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ഈ കമൻ്റൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കുന്നതല്ലാതെ ഞാൻ ഒരിക്കലും എടുത്ത് വായിക്കാറില്ല. കാര്യം എന്താ പറയുക, പലപ്പോഴും എന്താണെന്നറിയാം, അത് കേൾക്കുമ്പോൾ ഒരാൾ നമ്മളെ ആക്ഷേപിക്കുമ്പോൾ എങ്ങനെയായാലും ഒരു മനപ്രയാസമൊക്കെ നമുക്കുണ്ടാവും. എത്രയൊക്കെ നമ്മൾ വലിയ രീതിയിൽ നമുക്കത് ബാധിക്കുകയില്ലെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിലൊരു വല്ലായ്മ ഉണ്ടാവും. എന്തിനാ ഇങ്ങനെ നമ്മൾ ഒരു നാണം കെടാൻ പോകുന്നതെന്നൊരു തോന്നൽ വരും നമുക്ക്. പക്ഷെ അതൊന്നും കാര്യമല്ല. കാരണം ജനങ്ങളെ ശ്രദ്ധയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവരണം. ആ കൊണ്ടുവരേണ്ടത് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ പി ദീപയൊക്കെ തന്നെ ഒരുപാട് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിൽ ഒരിക്കലും ശരിയല്ല. അവരെന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിനെ നിയമത്തിന് മുമ്പിൽ അവർ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ട് അതിന് വിചാരണ ചെയ്യപ്പെടണം. എപ്പാർട്ട് ഫ്രം ദാറ്റ് അല്ലാതെ അവരെ വ്യക്തിപരമായിട്ട് അവരെ ആക്ഷേപിക്കുകയോ ലൈംഗികമായിട്ട് അവരെ ആക്ഷേപം പറയുകയോ ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അധിക്ഷേപിക്കുകയോ ചെയ്യാൻ പാടില്ല. ചിലർക്കൊരു വിനോദമാണ് ഇതൊക്കെ. കാരണം ഇത്രയും അനാവശ്യം അങ്ങ് പറയാം. വളരെ മോശമായിട്ട് വൾഗറായിട്ടുള്ള കമൻസ് ഒരുപാട് പറയുന്നുണ്ട്. ഒരുപാട് പേര് വിളിച്ചെൻ്റെ അടുത്ത് പരാതിയും പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ഇതിന് എന്ത് ചെയ്യാൻ നോക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പുറയിൽ ഇറങ്ങി പാവെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ വീണ്ടും കൂടുതൽ അവന്മാർ ഇതേപോലെ ഞരമ്പ് രോഗികൾ ഒരുപാടുണ്ട്. ധൈര്യമായിട്ട് ഇറങ്ങി പോകണം. അങ്ങനെ എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഈ ഒളിച്ചിരുന്നു വേണ്ടി ചീത്ത പറയുന്നുണ്ടല്ലോ, മുഖത്ത് നോക്കി പറയാൻ പഠിക്കണം. മുഖത്ത് നോക്കി പറയാൻ അറിയാമെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞാൽ അടിയുള്ളൂ. അതാണ് പ്രശ്നം. അറിയാൻ വയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒളിച്ചിരുന്നുകൊണ്ട് ഇങ്ങനെ ചീത്ത പറയരുത്, തെറി പറയരുത്. അത് തെറ്റാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കണം സുഹൃത്തുക്കളെ, നിങ്ങൾ ചെയ്യുന്ന മാന്യന്മാർ, അവരോടാണ് എനിക്കൊരു അപേക്ഷ ഉള്ളത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരിമാരെ കുറിച്ചോ നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാരെ കുറിച്ചോ ഒക്കെ ഇതുപോലെ ആരെങ്കിലും പറയാനിടയായാൽ നിങ്ങൾക്ക് എന്ത് സങ്കടം വരും, വിഷമം വരും, അവർക്കെന്ത് വിഷമം വരും, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെയാണ് ഏത് സ്ത്രീയുടെയും മനസ്സ്, അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ ബന്ധുക്കളുടെ മനസ്സ് അതുപോലെയാണ്. അത് നിങ്ങളൊന്ന് തിരിച്ചറിയുക. ഇങ്ങനെ ആരെയും ആക്ഷേപിക്കരുത്. ആരെയും. ഇത് എത്ര പേരാണെന്നറിയോ ഈ ആക്ഷേപം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട് ഒരുപാട് പേര്. കാരണം അവരിതൊന്ന് പറയാം, അവർക്ക് ഒരിക്കലും ക്ലാരിഫൈ ചെയ്യാൻ നോക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവർ എന്ത് വാ തുറന്നാലേ അവർ തെറിയാണ്. ആ രീതിയിലാണ് അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതുകൊണ്ട് എന്താ ലാഭം കിട്ടുന്ന സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ?